ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് ഈ രീതിയിലുള്ള ടപ്പേ എന്ന് പറഞ്ഞുള്ള പെട്ടെന്നുള്ള വീഡിയോസ് വരും. നിങ്ങൾക്ക് എന്തായാലും പാസ് മാർക്കിന് മുകളിൽ ഞങ്ങൾ ഒപ്പിച്ച് തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരു 5 മിനിറ്റേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ 4 ടോപ്പിക്സിൽ നിന്നും ഗ്രൂപ്പ് ബി ആൻഡ് സിക്കാർക്ക് 4 ടോപ്പിക്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് വരും, എങ്ങനെയായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, സ്റ്റഡിക്ക് വേണ്ടി ടെലിഗ്രാം ചാനലിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സോ മൊഡ്യൂൾ 1 എന്താണ് നിങ്ങൾക്ക് വരുന്നത്? മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മെട്രിക്സുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പക്കാ ഷുവർ ആണ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്? അതും 3/3 ഓർഡറിലായിരിക്കും നാളെ വരുന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നിരിക്കും. അതിന്റെ ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. പക്ക ഷുവർ മക്കളെ, പഠിച്ചു വെച്ചോ, മറക്കരുത്. പക്ക ഷുവർ. സോ റാങ്ക് ഓഫ് എ മെട്രിക്സും ഗോസ് എലിമിനേഷനും മെത്തേഡും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിലെ ഈ മൊഡ്യൂൾ 1 നിന്ന് 6 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക ഷുവർ ക്വസ്റ്റ്യൻ, ഒരു മെട്രിക്സ് തരും. അതിന്റെ ഏജന്റ് വാല്യൂസും ഏജന്റ് വെക്ടേഴ്സും കണ്ടുപിടിക്കാനായിരിക്കും. എല്ലാ സ്റ്റെപ്പും പഠിച്ചു വെച്ചോ. നിങ്ങൾ ആ തരുന്ന മെട്രിക്സിനനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. രണ്ടാമത് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്, ഓർ ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടുന്നുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് ഈ സമയത്ത് വെറുതെ കളയാൻ സമയമില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ടാണ്. സോ ഈ രീതിയിലായിരിക്കും പാർട്ട് ബി 9 മാർക്കിന് വരുന്നത്. ഇനി മൊഡ്യൂൾ 2ലേക്ക് പോകാം. മൊഡ്യൂൾ 2 നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റത്തത് ഒരു സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സാധാരണ ഇപ്പോൾ y" തന്നിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരും. അതിൽ നിന്ന് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയും? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. അതായത് ഹോമോജീനിയസ് ലീനിയർ ഓഡീസ് തന്നിട്ട് സെക്കൻഡ് ഓർഡറിലുള്ള ഒരു ഓഡി തന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ അല്ലേ? എന്നിട്ട് അതിന്റെ എന്താണ് വരുന്നത്? പാർട്ട് ബിയിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പക്ഷേ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. പാർട്ട് എയിലെ 3 ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ നമുക്ക് ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഒരു ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഓഡി തന്നിട്ട് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തരും. അത് ചിലപ്പോൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം പ്ലസ് അൺഡിറ്റർമിൻഡ് കോയിഫിഷ്യന്റ് കമ്പൈൻ ചെയ്ത് ചോദിച്ചേക്കാം. അൺഡിറ്റർമിൻഡ് കോയിഫിഷ്യന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ട് എന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വയ്ക്കുക. ഓർ സൊല്യൂഷൻ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഉറപ്പിച്ചോ, സൊല്യൂഷൻ ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഈ 2 മെത്തേഡുകളിൽ ഒന്നായിരിക്കും നാളെ നിങ്ങൾക്ക് 9 മാർക്കിന്റെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2 നിന്നും. ഓക്കെ, പക്കയല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് വെച്ചിട്ടുള്ള ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 മാർക്കിനുള്ള മാർക്കായി. പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അൺഡിറ്റർമിൻഡ് കോയിഫിഷ്യന്റും ഇനിഷ്യൽ വാല്യൂയും കൂടെ ചേർത്തുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇനി നമുക്ക് മൊഡ്യൂൾ 3ലേക്ക് പോവാം. മൊഡ്യൂൾ 3 വരുന്നത് നിങ്ങൾക്ക് ലാപ്ലാസ് പഠിച്ചു വെച്ചോ. ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും തീർച്ചയായിട്ടും പഠിച്ചു വെച്ചോ. പാർട്ട് എയിൽ ചോദിക്കും. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ കുറച്ച് പാടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ. എന്തായാലും പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. കോൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ഒരു ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 9 മാർക്കിന് വരും. പഠിച്ചു വെച്ചോ. വേറെ ഒന്നും നോക്കണ്ട. കോൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ഒരു ലാപ്ലാസിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചോ. 9 മാർക്കിന് ചോദിച്ചിരിക്കും. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും അത് പഠിച്ചു വെച്ചോ. 9 മാർക്കിന് ചോദിച്ചിരിക്കും. പിന്നെ ലാപ്ലാസ് സാധാരണ രീതിയിൽ ഇൻവേഴ്സും അല്ലാതെയും ചെയ്യാൻ അറിഞ്ഞാൽ പാർട്ട് എയിലെ 6 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ മൊഡ്യൂൾ 3 അല്ലേ, നമുക്ക് ഇനി അടുത്ത മൊഡ്യൂൾ 4 ഉണ്ട്. നിങ്ങളുടെ മൊഡ്യൂൾ 4ൽ ഫൊറിയർ സീരീസ് മീൻസ് ടൈലർ സീരീസും ഫൊറിയർ സീരീസും ആണ്. അപ്പോൾ രണ്ടിന്റെയും റെപ്രസെന്റേഷൻ പഠിച്ചു വെക്കണം. സാധാരണ ഒരു ക്വസ്റ്റ്യൻ എന്നാൽ എങ്ങനെയാണ് ഫൊറിയർ സീരീസ് റെപ്രസെന്റ് ചെയ്യുന്ന, അതിന്റെ ഇക്വേഷൻ എന്താണ് പഠിച്ചു വെച്ചാൽ 3 മാർക്ക് കിട്ടും. വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അത് കൺവെർജന്റ് ആണോ അല്ലയോ എന്ന് അറിയാനും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ദെൻ അതിന്റെ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ എന്തായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ചെയ്യാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വരും. ദെൻ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എക്സ്പാൻഷനും ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എക്സ്പാൻഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. അതായത് ഇത് രണ്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 100% ഫൊറിയർ സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫംഗ്ഷനും 2l പീരിയോഡിക് ഫംഗ്ഷനും പഠിക്കണം. അത് രണ്ടും പഠിച്ചാൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് രണ്ടും പഠിക്കുക, മറ്റത് സ്കിപ്പ് ചെയ്യാൻ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഫൊറിയർ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മക്കളെ, ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ നാളെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ലൈവ് ചെയ്തേക്കാം. വെയിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.